നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു എൻട്രി എടുത്തിരിക്കുന്നത് ഭാരത് പെട്രോളിയത്തിലാണ്. എൻട്രി എടുത്തേക്കുന്നത് ഷോർട്ട് സെല്ലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ കാരണം ഞാനൊന്ന് പറയാം. ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് ഫോളോ ചെയ്തു. അതിനുശേഷം ഇതാണ് നമ്മളുടെ പ്രൈസ് ആക്ഷൻ ലൈൻ വരുന്നത്. ഈ പോയിൻറ്റിനെ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കട്ട് ചെയ്തു. അതിനുശേഷം അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ഈ ഗ്രീൻ ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്തപ്പോൾ, താഴത്തേക്ക് റിവേഴ്സ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് 1:2 ആണ് ഇന്ന് നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പ്രൈസ് ആക്ഷൻ ലൈനിൻ്റെയും അതിൻ്റെ താഴത്ത് വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിൻ്റെയും കൃത്യം മധ്യഭാഗത്തേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ രണ്ടിലൊന്ന്, അതായത് സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എക്സിറ്റ് എടുക്കും. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും അത് ഏകദേശം ഡൗൺ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോള് വരുവാണെങ്കിൽ നമുക്കിന്ന് 1:2 ഹിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഈ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 3% എബോവ് ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു സ്റ്റോക്ക് മാക്സിമം എത്ര ചേഞ്ച് ഓടുന്നു, അതായത് എത്ര പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് അതിൽ സംഭവിക്കുന്നു. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത സ്റ്റോക്ക് ഇവിടെ നിന്ന് ലോ വരെ 2% ആണ് ഓടിയേക്കുന്നത്. അതായത് ആവറേജ് ട്രൂ റേഞ്ച് 3% എന്ന് പറയുമ്പോൾ ഇതിനി ഇന്നത്തെ ദിവസം വേണമെങ്കിൽ 1% കൂടെ താഴത്തേക്ക് പോകാം. അതായത് നമ്മുടെ ടാർഗറ്റിനെയും ക്രോസ് ചെയ്ത് അതിന് താഴത്തേക്ക് പോകാനുള്ള ഒരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി ഇന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ ലൈനിൽ വീണ്ടും ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കുറേ അധികം ആൾക്കാർ ബയ്യേഴ്സ് ട്രാപ്പ് ആയതുപോലെ ഒരു ക്യാൻഡിലാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണുന്നത്. ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിലാണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് വലിയൊരു ഫോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ വീഡിയോസിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടുന്നില്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഹിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ തന്നെ ഹിറ്റ് ചെയ്തേക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കിയേക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും പൈസ, ഒരു 40 പൈസയോളം മൂവ് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ട്രേഡ് നമ്മൾ ഇന്നിവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം ഒരു ട്രേഡ്. അപ്പോൾ നമ്മളിന്ന് ലോജിക്ക് ഇതായിരുന്നു, എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. 100 ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 40 ദിവസമേ പ്രോഫിറ്റ് കിട്ടുകയുള്ളെങ്കിൽ പോലും നെറ്റ് നമുക്ക് പ്രോഫിറ്റിൽ പോകാൻ പറ്റും. അപ്പോൾ ഇതുവരെയുള്ള നമ്മളുടെ ട്രേഡിംഗ് ജേണൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ലോസ് ഹിറ്റ് ചെയ്തേക്കുന്ന എത്രയാണ് എന്ന് കാണിക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഇട്ടേക്കുന്ന ടാർഗറ്റ് ഓർഡർ ഞാനൊന്ന് ക്യാൻസൽ ചെയ്യുവാണ്. ഇത് ആരും മറന്നു പോകരുത്, അതപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യേണ്ട ഒന്നാണ്. ഇന്നത്തെ നമ്മുടെ ലോസ് വന്നേക്കുന്നത് 124 രൂപയാണ്. ഒരു ദിവസം നമുക്ക് കൊടുക്കാവുന്നത് 125 രൂപയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, 0.5% വെച്ചിട്ടാണ് നമ്മൾ ലോസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ട്രേഡിംഗ് ജേണൽ ഇതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി 2 ദിവസം ഇന്നലെ ലോസ് ആയിരുന്നു. അപ്പോൾ ഇന്നും കൂടെ ലോസ് ആകുമ്പോൾ 3 ദിവസം നമുക്ക് ലോസാണ്. ഇന്നത്തെ ഡേറ്റ് വരുന്നത് 24-ാം തീയതി, 24 ജൂൺ. നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത് BPCL-ലാണ്.
ഇതുപോലെ അതാത് ദിവസം നമ്മൾ ഇത് ജേണലൊന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം എത്ര ട്രേഡ് എടുത്തു, മൊത്തം എത്ര പ്രോഫിറ്റ്, എത്ര ലോസ്, ഇതെല്ലാം നമുക്ക് കൃത്യമായി കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. കൃത്യം 124 രൂപ. ലോസിൻ്റെ കൗണ്ട് ഒന്നും കൂടെ കൂടി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ 50-50ലാണ് നിൽക്കുന്നത്. 15 ദിവസം നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു, 15 ദിവസം ലോസ് ആയിരുന്നു. യാതൊരു കുഴപ്പമില്ല, 50% നമുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് 0.5% ആണ് നമ്മുടെ ലോസ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴും നെറ്റ് ചില്ലറ പൈസ അതിൽ രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്, നമ്മൾ നെഗറ്റീവിലല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടം കൊണ്ട് തീർന്നിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഭാഗമാണ്, അതായത് ഒരു ട്രേഡർ ആകണമെങ്കിൽ നമ്മൾ ലോസ് എടുക്കാനുള്ള മാനസികാവസ്ഥയാണ് അൾട്ടിമേറ്റ്ലി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ലോസ് സഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഇവിടുന്ന് തിരിഞ്ഞു പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ പുറകെ പോയി അതിനെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും പോകുന്നില്ല, അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. നമ്മൾ ഇന്ന് കൊടുക്കാവുന്ന മാക്സിമം എത്രയാണോ അതേ കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഒരു രൂപ പോലും നമ്മൾ കൊടുക്കാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ മറ്റൊരു വീഡിയോയും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, പ്രൈസ് ആക്ഷൻ്റെ ബാക്ക് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഓരോ ദിവസങ്ങളിലും എന്താണ് പ്രൈസ് ആക്ഷൻ നടന്നേക്കുന്നത് അത് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് റിപ്പീറ്റഡ്ലി കണ്ട് പഠിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.